Hey guys, so this is day one of starting my freelancing journey. അപ്പം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു സെക്കൻഡ് ഇയർ എൻജിനീയറിംഗ് വിദ്യാർത്ഥിയാണ്. അപ്പം സ്വന്തമായിട്ട് കുറച്ച് ക്യാഷ് ഉണ്ടാക്കണം. സോ അതിനെ ഞാൻ ഫ്രീലാൻസിങ് ചെയ്യാൻ ഓർത്തു. പിന്നെ ഞാൻ ഈ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് വെച്ചാൽ ഞാൻ ഒരു കാര്യം വെച്ചാൽ ഞാൻ ജേർണൽ ചെയ്യാറുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ചോദിക്കാം മൈ ജേർണലിങ് ജേർണൽ ചെയ്യാറുണ്ട്. ഞാൻ അടുത്ത് എന്തുകൊണ്ട് ഈ വീഡിയോ ജേർണലിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഞാൻ ഇപ്പം കഴിഞ്ഞ ഒരു 4-5 മാസമായിട്ട് കുറേ കാണുന്നുണ്ട്. കുറേ ആൾക്കാർ ഇങ്ങനെ വീഡിയോ രൂപത്തിൽ അവരുടെ ഒരു ജേർണി ഡോക്യുമെൻ്റ് ചെയ്യുന്നത്. സോ ഞാനും ഓർത്ത് എന്നാൽ എനിക്കും തുടങ്ങാം. ഞാനും കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നു ചെയ്യണമെന്ന്. അപ്പം അങ്ങനെ വന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ആരൊക്കെ കാണുമെന്ന് എനിക്കറിയില്ല. ഞാനിത് എഡിറ്റ് ചെയ്യാനോ ഒന്നും പോകുന്നില്ല. ബാക്ക്ഗ്രൗണ്ട് നോയ്സൊക്കെ ഉണ്ടാവും. സോ ഞാൻ അടുത്തൊരു 30 ദിവസത്തേക്ക് ഇതുപോലെ ഒരു ഫ്രീലാൻസിങ് ഒരു സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിൽ ഫ്രീലാൻസ് ചെയ്യാൻ ഓർത്ത്. എന്നിട്ട് സോ എന്താ പറയുന്നത് അറിയില്ല. ഓക്കെ, സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിൽ ഫ്രീലാൻസ് ചെയ്യണം. അപ്പം ഒരു 30 ഡേയ്സിനുള്ളിൽ ഒരു ഇൻകം ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ ChatGPT നിങ്ങളൊരു സംഭവം ചോദിച്ചപ്പം പുള്ളിക്കാരി ഇങ്ങനെ 30 ഡേയ്സ് പ്ലാൻ പറഞ്ഞു തന്നു. അതുപോലെ ഇത് ഫസ്റ്റ് ഇന്ന സാധനം പഠിക്കണം, ആദ്യത്തെ ഒരു 1 വീക്ക് ഫുള്ള് സ്കിൽസ് ലേൺ ചെയ്യണം. അങ്ങനെ അതിന് മുന്നേ ഒരു കാര്യം പറയാം. ഞാൻ ഓൾറെഡി കഴിഞ്ഞൊരു 1 മന്തായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്നുണ്ടായിരുന്നു. ഡിജിറ്റൽ മാർക്കറ്റിംഗ് കഴിഞ്ഞൊരു 10-35 ദിവസമായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇപ്പം SEO ആയിട്ട് കോണ്ടന്റ് ക്രിയേഷൻ, അതുപോലെ തന്നെ എന്താണ് പറയുക, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. സോ ഒരു ബുക്ക് ഉണ്ടായിരുന്നു അതെടുത്ത് ഈ ബുക്കാണ്. ക്യാമറ തിരിക്കട്ടെ, ക്യാമറ ചെയ്യാൻ പറ്റില്ല. ഈ ഒരു ബുക്കാണ്. ഇതൊരു കൊണ്ടുണ്ട് FB മാർക്കറ്റിംഗ്, അങ്ങനെ പല സാധനങ്ങളുണ്ട്. കൺവീൻസ് റൈറ്റിംഗ്, അങ്ങനെ കുറേ സാധനം. അതായത് ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്നത്. അപ്പോൾ ഞാൻ ഇനി ഫ്രീലാൻസിങ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇതിന് മുമ്പ് എൻ്റെ ഒരു ജേർണി ഞാൻ ചെറുതായിട്ടൊന്ന് കുറച്ച് പറഞ്ഞുതരാം. അതായത് ഫസ്റ്റ് ഞാൻ കോളേജ് ഫസ്റ്റ് ഇയർ സ്റ്റാർട്ട് ചെയ്തപ്പം ട്രേഡിങ് തുടങ്ങി. പിന്നെ ട്രേഡിങ് തുടങ്ങി ഫസ്റ്റ് അറിയാമല്ലോ, ട്രേഡിങ് ഞാൻ കുറേ വീഡിയോസ് കണ്ട് പഠിച്ചു. പിന്നെന്താ സംഭവിച്ചത്, അങ്ങനെ ട്രേഡിങ് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് കുറേ ലോസുകൾ വന്ന്. എന്നാലും കുഴപ്പമില്ല. ഞാൻ ആ സമയത്ത് വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കാനുള്ള പൈസ ഒക്കെ ഞാൻ കട്ട് ചെയ്ത് അങ്ങനെ ചെറിയ പൈസകൾ, പിന്നെ അതുപോലെ തന്നെ ഹോസ്റ്റൽ ഫീസ് വീട്ടിൽ കുറച്ച് കൂട്ടി പറയാം, എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് പൈസ കൊടുക്കാം. കുറേ സ്റ്റോക്ക് മാർക്കറ്റിലിട്ട് ആദ്യത്തെ 2 ദിവസം കുഴപ്പമില്ല. പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എനിക്ക് ആദ്യമേ അറിയാം. അതായത് ഞാനിപ്പോൾ ഒരു 1 ഇയർ സമയം വെച്ചു. ഈ 1 ഇയറിനുള്ളിൽ എന്തായാലും എനിക്ക് പ്രോഫിറ്റ് വരുമല്ലോ. ഓൾറെഡി ആ ഒരു മൈൻഡ് സെറ്റിലായിരുന്നു. അതായത് എന്തായാലും ഞാൻ ഫസ്റ്റ് 1 ഇയർ ട്രേഡ് ചെയ്യുമ്പോൾ എനിക്ക് നഷ്ടം വരും. ആ ഒരു മൈൻഡ് സെറ്റിലാണ് ഞാൻ തുടങ്ങിയത് ട്രേഡിങ്. അങ്ങനെ തുടങ്ങി 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞാൻ ഓപ്ഷൻസ് ട്രേഡിങ്ങിനെ പറ്റി അറിയുന്നത്. അവിടെ പോയി അതെന്നെ മൂഞ്ചിച്ച് കളഞ്ഞു. അവിടെ എൻ്റെ സംഭവം എന്ന് വെച്ചാൽ ഈ ഗ്രീഡെന്ന് നിങ്ങൾക്കറിയാം. സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നവരാണെങ്കിൽ അറിയാം, ഈ മാർക്കറ്റ് ചലിക്കുന്ന 2 ഇമോഷൻസ് വെച്ചാൽ, ഒന്ന് ഗ്രീഡും അതുപോലെ ഫോമോ, ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. അപ്പം ഈ ഗ്രീഡ് കാരണം ആർത്തി അത് തന്നെ പറയാം. അങ്ങനെ ഞാൻ ട്രേഡിങ് ഓപ്ഷൻസിൽ ഞാൻ സാധാരണ ട്രേഡ് ചെയ്യുമ്പോൾ എനിക്കൊരു, കാരണം എൻ്റെ ക്യാപിറ്റൽ 1000 രൂപ 2000 രൂപ 1000 റേഞ്ച് ക്യാപിറ്റലുണ്ട്. അപ്പം ഇപ്പം 100 രൂപ അല്ലെങ്കിൽ 150 രൂപ, 150 ഒന്നുമില്ല, 100 രൂപ 80 രൂപ 100 രൂപ ആ റേഞ്ചൊക്കെ ആയിരിക്കും എൻ്റെ പ്രോഫിറ്റ് കിട്ടുക. അതൊക്കെ ചിലപ്പോൾ ഞാൻ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ഒരു 9 മണിക്ക് ട്രേഡ് ചെയ്യാൻ തുടങ്ങിയാൽ ചിലപ്പോൾ ഒരു 11 മണിക്ക് അത്ര ടൈം എടുക്കും. ലൈക്ക് ഞാൻ കുറേ അനാലിസിസ് ഒക്കെ ചെയ്തിട്ടായിരിക്കും ട്രേഡ് ചെയ്യുക. അപ്പോഴെനിക്ക് പ്രോഫിറ്റ് കിട്ടാം. സോ ഓപ്ഷൻസ് ഒരു ദിവസം ഞാൻ ഇങ്ങനെ കയറി കുറച്ച് ഓപ്ഷൻസിനെ പറ്റി പഠിച്ച്, എനിക്കിതൊരു ടെലിഗ്രാം ഗ്രൂപ്പല്ല, ഏതൊരു ഡിസ്കോഡിൽ ഏതൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. സോ അവരിങ്ങനെ മറ്റേ ഈ കോൾസ് തരും. അതായത് ഇന്ന സാധനം ട്രേഡ് ചെയ്യാനുള്ള കോളുകളുണ്ട്. അതായത് ഇന്ന സാധനം ട്രേഡ് ചെയ്യണം, ഇന്ന സാധനം ഇപ്പോൾ ഇന്ന സമയത്ത് വിൽക്കണം, ഇന്ന സമയത്ത് മേടിക്കണം, അങ്ങനെ സംഭവം. അങ്ങനെ ഞാൻ ട്രേഡ് ചെയ്യാൻ അങ്ങനെ ഓപ്ഷൻസിൽ ആദ്യത്തെ ദിവസം എനിക്കൊന്ന് വിത്തിൻ സെക്കൻഡ്സ്, ഒരു 10 സെക്കൻഡോ 20 സെക്കൻഡ് കൊണ്ട് തന്നെ 200 രൂപ അത് ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പ്. ഇത്രയും പെട്ടെന്ന് തന്നെ പൈസ ഉണ്ടാക്കുക. ഗ്രീഡ് കയറി. അതായത് കുറച്ച് സെക്കൻഡ്സിൽ കൊണ്ട് തന്നെ ഞാൻ ഒരു ദിവസം സാധാരണ ഇപ്പം ഇൻട്രാഡേ ട്രേഡ് ചെയ്യുമ്പം ഒരു 3-4 മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് വിത്തിൻ സെക്കൻഡ്സ് എനിക്ക് കിട്ടുന്നു. പെട്ടെന്ന് കയറി ഞാൻ പെട്ടെന്ന് എക്സിറ്റ് ചെയ്തു. എനിക്ക് ഭയങ്കര ഇതായിപ്പോയി. പക്ഷേ അതൊരു വലിയൊരു ദുരന്തത്തിൻ്റെ മുന്നോടിയായിരുന്നു. അങ്ങനെ ഓപ്ഷൻസിൽ കളിച്ചു. ആദ്യം ചെറുതായിട്ട് പൈസ പോകുന്നുണ്ടായിരുന്നു. പിന്നെ സ്റ്റോപ്പ് ലോസ് വെക്കാറായി. ഞാൻ കുറച്ച് വാല്യൂസ് ഉണ്ടായിരുന്നു. അതായത് ഞാൻ കുറച്ച് റൂൾസ് വെച്ചിട്ടുണ്ടായിരുന്നു ട്രേഡ് ചെയ്യുമ്പോൾ. അതായത് ഞാൻ സ്റ്റോപ്പ് ലോസ് വെക്കണം, 1% റിസ്ക് ചെയ്യുള്ളൂ. പക്ഷേ ആർത്തിയാണ് ഇതൊന്നും ഞാൻ ചെയ്തില്ല. ഞാൻ ഇരുന്ന് ട്രേഡ് ചെയ്തു പോയി. അങ്ങനെ ഫുൾ ക്യാപിറ്റലും വാഷ് ഔട്ടായി. വീണ്ടും കുറച്ച് ക്യാപിറ്റൽ ഇറക്കി, വീണ്ടും ക്യാപിറ്റൽ വാഷ് ഔട്ടായി. ഇപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ അങ്ങനെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോഴത്തേക്കും ട്രേഡിങ് ഇൻട്രസ്റ്റ് പോലും. ഇപ്പോഴും ഞാൻ സ്വിംഗ് ട്രേഡിങ് ചെയ്യുന്നുണ്ട്. ബട്ട് എന്നാലും സ്വിംഗ് ട്രേഡിങ് ചെയ്യാനും പൈസ ഇല്ല, അത് പ്രശ്നം. അങ്ങനെ ആ ട്രേഡിങ്ങിൻ്റെ അതങ്ങ് പോയി. കാരണം ഫണ്ട് കുറേ എനിക്കൊന്ന് നല്ലൊരു എമൗണ്ട്, നല്ല എമൗണ്ട് എന്നല്ല, എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ലൊരു എമൗണ്ട്. കാരണം എബോവ് 5000 ഞാൻ ട്രേഡിങ്ങിൽ കൊണ്ട് തുലച്ച് അങ്ങനെ അത് പോയി. പിന്നെയാണ് ഞാൻ
ഡ്രോപ്പ് ഷിപ്പിംഗ് തുടങ്ങാമെന്ന് പറഞ്ഞു. സോ ഡ്രോപ്പ് ഷിപ്പിങ്ങിനെ പറ്റി 2-3 മാസം ഇരുന്ന് പഠിച്ചു. എന്താണെന്നറിയാത്തൊരു ജസ്റ്റ് ഇരുന്ന് ഇനി അത് കൂടുതൽ പറയുന്നില്ല. ഞാൻ ഈ വീഡിയോയിൽ കുറച്ച് ചെറിയൊരു വീഡിയോ ആക്കണമെന്ന് ഉദ്ദേശിച്ചത്. ഓക്കെ, അങ്ങനെ ഡ്രോപ്പ് ഷിപ്പിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഡ്രോപ്പ് ഷിപ്പിംഗ് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അപ്പം അവൻ്റെ ഒപ്പമാണ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ സ്റ്റോറിന് പേര് കിട്ടും, ടോപ്പ് സ്റ്റോർ. എൻ്റെ ലാപ്പിൻ്റെ DP അതാണ്, ലാപ്പ് ചാർജ് കുത്തിട്ടേക്കാം. സോ അങ്ങനെ എന്താ പറയുക, എവിടെയായിരുന്നു ഡ്രോപ്പ് സ്റ്റോർ. അങ്ങനെ ഡ്രോപ്പ് സ്റ്റോർ തുടങ്ങണം. അങ്ങനെ ഞാൻ കുറേ ഡ്രോപ്പ് ഷിപ്പിങ്ങിനെ പറ്റി ഇങ്ങനെ പഠിക്കും. ഞാൻ ഏതൊരു വിഷയത്തിൽ അറിയാൻ ഞാൻ കുറേ പഠിക്കും. അതിൻ്റെ ഒരു നല്ല ക്വാളിറ്റിയാണ് എനിക്കറിയില്ല, അതിൻ്റെ ഒരു സ്ട്രെങ്ത്താന്ന് പറയുന്നത്. ഞാൻ ഇപ്പോൾ ഏതൊരു വിഷയത്തിൽ അറിയാമെല്ലാം നല്ലോണം റിസർച്ച് ചെയ്ത് പഠിച്ചതിന് ശേഷം അതുകൊണ്ട് കയറും. ട്രേഡിങ് ആയപ്പോൾ ഞാൻ 2 മാസത്തോളം ഇരുന്ന് ഡെയിലി ഇരുന്ന് കുത്തിയിരുന്ന് പഠിക്കും. അപ്പം ഷാരിഖ് ഷംസുദ്ദീൻ്റെ അത്രയും ഫുൾ വീഡിയോസ് ഉണ്ട്, മില്യൺ ഡോട്ട്സിൻ്റെ കുറേ വീഡിയോസ് ഉണ്ട്, പിന്നെ കുറേ ഹിന്ദിയിലുള്ള കുറേ വീഡിയോസ് ഉണ്ട്. അങ്ങനെ ഏതൊരു ഇപ്പം ഡ്രോപ്പ് ഷിപ്പിംഗ് ഇറങ്ങിയപ്പോൾ അതാണ് അതൊരു ജൂൺ ജൂലൈ ഡ്രോപ്പ് ഷിപ്പിംഗ് സ്റ്റാർട്ട് ചെയ്തത് എൻ്റെ ഏത് സമയത്തെന്ന് വെച്ചാൽ സെം ബ്രേക്ക് ഉണ്ട്, ബിടെക്കിന് ഒരു സെം ബ്രേക്ക് ഉണ്ട്. അതായത് ജൂൺ ജൂലൈ ആ ടൈമിലാണ് സെം ബ്രേക്ക് വന്നത്. ഫസ്റ്റ് ഇയറിൽ നിന്ന് സെക്കൻഡ്, അതായത് S2 നിന്ന് S3 സെം ബ്രേക്ക്. അപ്പോഴാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്താ പറയുക, അങ്ങനെ അത് തുടങ്ങി. ഡ്രോപ്പ് ഷിപ്പിംഗ് തുടങ്ങിയില്ല, അങ്ങനെ കുറേ പഠിച്ചു. ഞാൻ 1 മാസത്തോളം ഇരുന്ന് പഠിച്ച്, കുറേ തിയറി ഇരുന്ന് കുത്തിയിരുന്ന് പഠിച്ചു, കുറേ വീഡിയോസ് ഇരുന്ന് കണ്ട്. അപ്പോൾ എനിക്ക് ഒരു ഐഡിയ കിട്ടി. അതായത് എന്തൊക്കെ മിസ്റ്റേക്സ് ചെയ്യണം, എന്തൊക്കെ ചെയ്യേണ്ട, എങ്ങനെ സ്റ്റോർ ബിൽഡ് ചെയ്യണം, എങ്ങനെ സപ്ലൈ കണ്ടുപിടിക്കണം, എങ്ങനെ വിന്നിങ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കണം, എങ്ങനെ അത് മാർക്കറ്റ് ചെയ്യണം. അങ്ങനെയാണ് ഞാൻ ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനോടൊക്കെ അങ്ങനെ അതുവഴിയാണ് ഈ ഫേസ്ബുക്ക് മാർക്കറ്റിംഗ്, ഇൻസ്റ്റാ മാർക്കറ്റിംഗ്, അതൊക്കെ ഞാൻ കുറേ പഠിച്ചു. ഒരു ഡ്രോപ്പ് ഷിപ്പിങ്ങിനായിട്ടൊരു മെയിൻ ആംഗിളായിട്ട് ഞാൻ ഇപ്പോഴും കൺസിഡർ ചെയ്യുന്നത് ഒരു മാർക്കറ്റിംഗ് ആണ്. മെയിൻ ഈ സോഷ്യൽ മീഡിയ നിങ്ങൾ എങ്ങനെ മാർക്കറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇപ്പം എങ്ങനെ ഒരു ക്രിയേറ്റീവ് ഉണ്ടാക്കണം, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ആ ഒരു ആസ്പെക്റ്റ് ഞാൻ പിന്നെ കുറേ മാർക്കറ്റിങ്ങിനെ പറ്റി കുറേ എനിക്ക് ഒരു ഡ്രോപ്പ് ഷിപ്പിംഗ് വഴി എനിക്ക് മാർക്കറ്റിംഗ് എത്തിയപ്പോൾ എനിക്ക് മാർക്കറ്റിംഗ് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി പഠിക്കാം. പിന്നെ ഇതിന് മുന്നേ ഇടയ്ക്ക് കോഡിംഗ് ഒക്കെ ട്രൈ ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കോഡിംഗ് ബിടെക്കിൽ പഠിച്ച് എനിക്ക് താല്പര്യമില്ല. പാഷൻ എന്ന് പറയുന്നത് അങ്ങനെയല്ല, അതായത് നമ്മൾ ഓരോന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നു, അപ്പോൾ നമുക്കറിയാം അത് പാഷനോ അല്ലയോ. എനിക്ക് മാർക്കറ്റിംഗ് ഒരു മാസം ഡ്രോപ്പ് ഷിപ്പിംഗ് ആയിട്ട് തുടങ്ങി. ബട്ട് അതുവഴി ഇങ്ങനെ മാർക്കറ്റിംഗ് എത്തി, അങ്ങനെ ഫോക്കസ് കൂടുതൽ മാർക്കറ്റിങ്ങിലോട്ടായി. എനിക്ക് മാർക്കറ്റിംഗ് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്തു. പിന്നെ ഇതിനിടയിൽ ഡ്രോപ്പ് ഷിപ്പിംഗ് തുടങ്ങണം. ഡ്രോപ്പ് ഷിപ്പിംഗ് ഞാൻ കുറച്ച് പൈസ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നെന്താ, അതിങ്ങനെ ലാഗായി പിന്നെ ഡ്രോപ്പ് ഷിപ്പിംഗ് തുടങ്ങിയില്ല. അതും ഇതുപോലെ വീട്ടിൽ ഉപയോഗിച്ചു. പക്ഷെ ഞാൻ അത് ഉപയോഗിക്കുന്നില്ല. അത് ഞാൻ ഡ്രോപ്പ് ഷിപ്പിംഗ് എന്തായാലും തുടങ്ങും. അതുപോലെ ട്രേഡിങ്. ഇപ്പം ഡ്രോപ്പ് ഷിപ്പിങ്ങിൻ്റെ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് വെച്ചാൽ ഓർഗാനിക് ഡ്രോപ്പ് ഷിപ്പിംഗ് തുടങ്ങാം, ഇറ്റ്സ് ഗുഡ്, ബട്ട് ഇറ്റ് വിൽ ടേക്ക് ടൈം. അതായത് ഒരു ഐ തിങ്ക് ഇറ്റ് വിൽ ടേക്ക് ടൈം. അപ്പം ഞാൻ ഓർത്ത് ഡ്രോപ്പ് ഷിപ്പിംഗ് തുടങ്ങാൻ ഞാൻ ഒരു കരുതിയൊക്കെ ഒരു 10,000 അല്ലെങ്കിൽ 20,000 എങ്കിലും ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ ഓർത്ത് വല്ല ജോലിക്കും പോയിട്ട് അത് ചെയ്യാൻ നോക്കും. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ പാർട്ട് ടൈം ജോബ്സ് ഓൺലൈൻ അങ്ങനെയാണ് കുറേ വീഡിയോ സെർച്ച് ചെയ്ത് ഞാൻ ഇപ്പം ഫ്രീലാൻസിങ്ങിനെ പറ്റി ഓൾറെഡി എനിക്കറിയാം. ബട്ട് ഞാൻ പിന്നെ ഓർത്ത് ഫ്രീലാൻസിങ് എന്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തുകൂടാ. ഇതിനിടയിൽ വേറൊരു കാര്യം സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പറയാം. അതായത് ഞാൻ ഇതിനിടയിൽ പ്രൊജക്റ്റ് 50 എന്നൊരു ചലഞ്ച് ഉണ്ട്. അതായത് ഇപ്പം നമ്മൾ പ്രൊജക്റ്റ് 50 എന്ന് പറയുന്നത് നമ്മളൊരു സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ മെൻ്റൽ ടഫ്നെസ് അങ്ങനത്തെ ഒരു ചലഞ്ചാണ്. ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ ഓർത്ത്. അങ്ങനെ ഇത് തുടങ്ങിയത് എനിക്ക് വെച്ചില്ല, ഞാൻ എന്നാൽ തുടങ്ങി നമ്മുടെ പ്രൊജക്റ്റ് 50 സ്റ്റാർട്ട് ചെയ്തത്. എനിക്കറിയില്ല ആരൊക്കെ കാണുമെന്ന്, അതിലൊക്കെ കണ്ടാൽ മതി. പ്രൊജക്റ്റ് 50 തുടങ്ങുന്നത് സെപ്റ്റംബർ എന്നാണ്? സെപ്റ്റംബർ അല്ല, ഓഗസ്റ്റ് 28-നാണ് ഞാൻ പ്രൊജക്റ്റ് 50 നടത്തുന്നത്. കഴിഞ്ഞ വെച്ചാൽ പ്രൊജക്റ്റ് 50 ഒരു ചലഞ്ചുണ്ട്. ഈ ചലഞ്ചിനെ പറ്റി ഞാൻ ഒരു മിനിറ്റ് പറഞ്ഞത്. അതായത് ഈ ചലഞ്ച് എന്ന് പറയുന്നത് ഇപ്പം ഒരു 7 റൂൾസ് ഉണ്ട്. അതിലൊന്ന് 8 മണിക്ക് മുന്നേ എഴുന്നേൽക്കുക, നല്ലൊരു മോർണിംഗ് റൂട്ടീൻ ഉണ്ടാക്കുക, എക്സസൈസ് ചെയ്യുക, ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുക, ഒരു ഡെയിലി ഒരു 10 പേജ് വായിക്കുക, എല്ലാ ദിവസവും ജേർണൽ ചെയ്യുക. അതുപോലെ തന്നെ ഒരു സ്കില്ല്, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്കില്ല് എടുക്കുക, അതിനൊരു 1 hour സ്പെൻഡ് ചെയ്യുക. ഇതാണ് ഈ ഒരു ചലഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചലഞ്ചിനകത്ത് ഈ ചലഞ്ചിലുള്ള റൂളെന്ന് പറഞ്ഞാൽ ഇൻ കേസ് എന്താ പറയുക, ഇപ്പോൾ ഏതെങ്കിലും ഒരു റൂള് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചലഞ്ച് ഒന്നും കൂടെ സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെയാണ് ഇപ്പം നിങ്ങൾ 75 ഹാർഡ് ചലഞ്ച് എന്ന് കേട്ടിട്ടില്ല, അതുപോലത്തെ ഒരു ചലഞ്ചാണിത്. ബട്ട് ഞാൻ എന്ത് ചെയ്തു, എനിക്കറിയാം ഞാൻ ഇതുപോലെ 75 ഹാർഡും 21 days മോങ്ങുമ്പോൾ ഇങ്ങനെ പല ചലഞ്ച് എടുത്ത് എല്ലാം അടപെടലും മൂഞ്ചി. അപ്പം ഞാനോടത്ത് എൻ്റെ ഒരു മെയിൻ വീക്ക്നെസ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു കാര്യം മുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തുടങ്ങില്ല, റീസ്റ്റാർട്ട് ചെയ്യില്ല. ആ ഒരു പ്രശ്നം എനിക്ക് അതെൻ്റെ ഒരു കുറേ നാളായിട്ട് ഞാൻ ജേർണലായിരുന്നു. എനിക്ക് മനസ്സിലായത് എൻ്റെ പ്രശ്നം അതാണ്, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്ത് നിയമം ഒന്ന് മാറ്റി. അതായത് ഈ 8 നിയമമുണ്ട്, ഈ 7 റൂൾസ് ഉണ്ട്. ഈ 7 റൂൾസിൽ ഒരു റൂൾസും ചെയ്യാത്തപ്പോഴേ ഈ ചലഞ്ച് ഫെയിൽ ആവത്തുള്ളൂ. അതായത് ഒരു റൂൾ ബ്രേക്ക് ആയെന്ന് പറഞ്ഞാൽ ഈ ചലഞ്ച് ഫെയിൽ ആവില്ല. അങ്ങനത്തെ ഒരു സംഭവം എടുത്ത് അതിനുശേഷം ഞാൻ ഡെയിലി ജേർണൽ ചെയ്യുന്നുണ്ട്, മെഡിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. രാവിലെ മിക്ക ദിവസങ്ങളിൽ 8 മണിക്ക് മുന്നേ എഴുന്നേക്കാൻ നോക്കുന്നുണ്ട്. പിന്നെ ഡെയിലി ജിമ്മിൽ പോകാൻ തുടങ്ങി. അങ്ങനെ അതിനകത്ത് ഒരു റൂളാണ് 1 hour പുതിയൊരു സ്കില്ല് ലേൺ ചെയ്യാനുള്ളത്. അങ്ങനെയാണ് ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാറുള്ളത്, ഡെയിലി 1 hour. അങ്ങനെ മിക്ക ദിവസങ്ങളും ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പഠിച്ച്
അപ്പം അങ്ങനെ അപ്പോൾ ഇതിനിടയിലാണ് എനിക്ക് ഫ്രീലാൻസിങ്ങിനെ പറ്റി കൂടെ കേട്ടത്. അപ്പം എനിക്ക് മനസ്സിലായി ഓക്കെ ഫ്രീലാൻസിങ് നല്ലൊരു നീഷാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. പക്ഷേ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആ ഒരു നീഷിൽ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പറയുകയാണെങ്കിൽ കുറേ ഉണ്ട്. ഇപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗ് തന്നെ ഇപ്പം SEO ഉണ്ട്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഉണ്ട്, അതുപോലെ തന്നെ പിന്നെ കോപ്പി റൈറ്റിംഗ്, കണ്ടൻറ് റൈറ്റിംഗ്, അങ്ങനെ വാസ്റ്റാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ. ഡിജിറ്റലുള്ള എല്ലാ മാർക്കറ്റിംഗും ഭയങ്കര വാസ്റ്റാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, അതിൽ തന്നെ ഫേസ്ബുക്ക് മാർക്കറ്റിംഗ്, ഇൻസ്റ്റാ മാർക്കറ്റിംഗ്. അപ്പം അതിനെപ്പറ്റി പഠിക്കുക, ലൈക്ക് ആ ഒരു ഫീൽഡിൽ ഫ്രീലാൻസ് ആകാൻ നോക്കുക. അപ്പം ഞാൻ ഇതുപോലെ അപ്പോൾ ഇപ്പോൾ ഇനി നമ്മുടെ സ്റ്റോറിലോട്ട് വരാം. അപ്പം ഞാൻ ഇതുപോലെ ഫ്രീലാൻസ് ChatGPT ഇന്നലെ പറഞ്ഞു. എന്തായാലും കുറേ നാളായിട്ട് ഇത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പൈസ ഉണ്ടാക്കുന്നുണ്ട്, അതുമില്ല. പൈസ കൊണ്ട് കുറേ കളഞ്ഞിട്ടുമുണ്ട്. ഇതുവരെ ഒരു ഇൻകം എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല സ്വന്തമായിട്ട്. ട്രേഡിങ് കുറച്ച് ഉണ്ടാക്കി, ബട്ട് അതുപോലെ ലോസും വന്നിട്ടുണ്ട്. ശരിയാണ്, ട്രേഡിങ് ചില ദിവസങ്ങളിൽ 200 പ്രോഫിറ്റ് അടിക്കുന്നുണ്ട്, ചില ദിവസങ്ങളിൽ 300 ലോസും ആയിട്ടുണ്ട്. സോ ഇപ്പോൾ എന്തായാലും ഒരു ഇൻകം വേണം. അപ്പം ഞാൻ ഓർത്ത് എന്തായാലും അപ്പം വരെ ആയില്ലേ, അപ്പം സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഫ്രീലാൻസിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഓർത്ത് അപ്പോൾ അങ്ങനെ ആലോചിച്ചപ്പം കുറച്ച് വീഡിയോസൊക്കെ കണ്ടപ്പോൾ ഞാൻ ഓർത്ത് ഫ്രീലാൻസിങ്ങിന് പേഴ്സണൽ ബ്രാൻഡിങ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പം ഞാൻ അടുത്ത് ഭാവിയിൽ ഏതെങ്കിലും ഒരു ദിവസം ഇപ്പം 2025 വല്ല യൂട്യൂബ് ചാനൽ വല്ല സ്റ്റാർട്ട് ചെയ്ത് നല്ലൊരു കണ്ടൻറ് ക്രിയേറ്ററൊക്കെ ആകണം. ഞാൻ പണ്ട് ഈ ചാനലിൽ ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു. ഞാൻ 3 വർഷം മുന്നേ 2020 യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് 21 ഒരു 10-20 വീഡിയോ ഇട്ട് നിർത്തി. എന്നാൽ ഞാൻ കുറച്ച് ഫാക്റ്റുകളും അങ്ങനെ കുറേ ചാനൽ വീഡിയോസൊക്കെ ആയിട്ട് ഇട്ടത്. പിന്നെ ഇപ്പോഴാണ് ഞാൻ യൂട്യൂബിൽ വരുന്നത്. അങ്ങനെ എന്താ പറയുക, അങ്ങനെ ഓർത്ത് എന്തായാലും ജേർണൽ ചെയ്യാം. ഇപ്പം ഇന്നെൻ്റെ വീട്ടിൽ ഞാൻ കോളേജിൽ കുറച്ച് ചെക്കന്മാർ വീടെടുത്താൽ താമസിക്കുന്നത്. ഇപ്പം കോളേജിൽ ഒരു പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അങ്ങോട്ട് പോയി. അപ്പം അതിനകത്ത് ഇപ്പം ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇത്ര സംസാരിക്കുന്നത്. എനിക്കല്ല ബാക്കിയുള്ളവരോട് എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. ഇങ്ങനെ ഒറ്റയ്ക്കുള്ളതുകൊണ്ട് ഇങ്ങനെ നല്ലോണം സംസാരിക്കാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ വല്ല രാവിലെ സുബഹിക്കറി വെളുപ്പിനെ എഴുന്നേറ്റ് അപ്പോഴേ എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ വീഡിയോ എടുക്കാനും പറ്റുള്ളൂ. അതിനടുത്ത് എന്തായാലും വീഡിയോ ജേർണൽ ചെയ്യാം. അപ്പം എന്തിനാണ് ഞാൻ വീഡിയോ ജേർണൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ്. ഇപ്പോൾ 30 ഡേയ്സിനുള്ളിൽ ഞാൻ ഈ യൂട്യൂബിൽ ഒരു ഇൻകം ഉണ്ടാക്കണം. അപ്പോൾ ആ ഇൻകം ഉണ്ടാക്കണമെങ്കിൽ ആ ഇൻകം ഒരു 30 ഡേയ്സിനുള്ളിൽ ഫ്രീലാൻസിങ് ഇൻകം ഉണ്ടാക്കണം. അതിൻ്റെ ജസ്റ്റ് ബേസിക് പ്ലാൻ പറയാം. അപ്പം 30 ദിവസം കൊണ്ട് ഒരു ഇൻകം ഉണ്ടാക്കണം. അപ്പം അതിൻ്റെ ഒരു ഡേ 1 ആണ് ഇന്ന്. അപ്പം ഈ 30 ദിവസം കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാൻ തീരുമാനം എടുക്കണം. എന്തായാലും ഞാൻ ജേർണൽ ചെയ്ത്, കാരണം ഞാൻ ഈ ജേർണൽ ചെയ്യുമ്പോൾ ഞാൻ ഒരു വർഷം ജേർണൽ ചെയ്യാൻ തുടങ്ങിയിട്ട് വലിയ കൺസിസ്റ്റൻ്റ് അല്ല. അവിടെ ഈ പ്രോജക്റ്റ് 50 എന്നുള്ള സംഭവം ഉണ്ടല്ലോ, അത് ഇപ്പം എൻ്റെ ഇത് 40ാമത്തെ ദിവസമാണ് പ്രോജക്റ്റ് വീഡിയോ. അപ്പോൾ ഈ പ്രോജക്റ്റ് ചെയ്യുന്നതിന് ശേഷം ഞാൻ കാര്യങ്ങൾ അതായത് എൻ്റെ ജേർണൽ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കാം എന്നാണ് ഡിസംബർ 2023 ഡിസംബർ കഴിഞ്ഞ വർഷം 2000 ഡിസംബറിലാണ് തുടങ്ങിയത്. പക്ഷേ അത് പിന്നെ ഒരു ജനുവരി 18 ആകുമ്പോഴത്തേക്ക് ജേർണൽ ചെയ്ത് നിർത്തി. പിന്നെ ഇടയ്ക്ക് വല്ലതും വരും, നിർത്തും. ലൈക്ക് ഞാൻ എൻ്റെ സെൽഫ് ഇമ്പ്രൂവ്മെൻ്റ് ആണ് ഇങ്ങനെ വീണ് എന്നെ ഞാൻ റീസ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞ പ്രോസസ്സ് എനിക്ക് പറ്റുന്നില്ല. ഒന്ന് തുടങ്ങി ഒന്ന് നിന്ന് കഴിഞ്ഞാൽ പിന്നെ നിൽക്കും, പിന്നെ ഒന്നും കൂടെ തുടങ്ങൂല. സോ ഒരു നെവർ ഗിവ് അപ്പ് മൈൻഡിൽ തന്നെ അടുത്ത് വീണ്ടും ജേർണൽ തുടങ്ങി. അങ്ങനെ എന്താണ് നമ്മൾ പറഞ്ഞു തന്നത്. അപ്പം ഞാൻ അടുത്ത് വീഡിയോ ജേർണൽ ചെയ്യാമെന്നുള്ളത്. കാരണം ഞാൻ ഈ പഴയ ജേർണലൊക്കെ വായിച്ച് നോക്കുമ്പോൾ എനിക്കൊരു എന്തൊരു ഫീൽ കിട്ടുന്നു. അപ്പം അടുത്ത് എന്തായാലും ജേർണൽ ചെയ്യാം. ഈ വീഡിയോ ഇപ്പോൾ ഒരു 3 വർഷം കഴിഞ്ഞ് ഇപ്പം ഞാൻ കാണുവാണെങ്കിൽ ഇപ്പോൾ 3 വർഷം കഴിഞ്ഞ് എന്താണെന്ന് എനിക്കറിയില്ല. ബട്ട് എനിക്ക് ലക്ഷ്യമുണ്ട് അങ്ങനെ എത്തണമെന്ന്, എന്തില്ല എത്തട്ടെ. അപ്പോൾ ആ ലെവലിൽ ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു ജേർണി ഞാൻ പറഞ്ഞില്ല, ഞാൻ കുറേ വീഡിയോസാണ് ഈ ജേർണീസ് ഡോക്യുമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ജേർണി എന്തെങ്കിലും ഡോക്യുമെൻറ്റ് ചെയ്യാം. ഇപ്പം 30 ദിവസം കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂട്യൂബിൽ വീഡിയോ പോസ്റ്റ് ചെയ്യാം. സോ ഇന്നതിൻ്റെ ഡേ 1. ഇന്ന് ഞാൻ പറയാം, ഇന്ന് ഞാൻ ഫസ്റ്റ് ഡേ ആയിട്ട് മെയിനായിട്ട് പഠിച്ചത് ഫേസ്ബുക്ക് മാർക്കറ്റിങ്ങിനെ പറ്റിയൊക്കെയാണ്. അപ്പം FB മാർക്കറ്റിങ്ങിനെ പറ്റി കുറച്ച് പഠിച്ച്, സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഇത്രയും വലുതാണ് ഞാൻ ഓർത്തില്ല. ഞാൻ ഫസ്റ്റ് ഓർത്ത് വരിക ജസ്റ്റ് വീഡിയോയിൽ ഞാൻ ഇന്ന് എന്ത് ചെയ്തു, എന്ത് പഠിച്ചു, അത്രയും പറയാനുള്ളൂ. പക്ഷേ ഇന്ന് സംസാരിച്ച് പോയി. ഇപ്പം എൻ്റെ സ്റ്റോറി പറഞ്ഞു ഞാൻ എവിടെ ഇങ്ങനെ എത്തി എനിക്കിരിക്കുന്നു. ഇത് സത്യം പറഞ്ഞാൽ ഈ 30 ദിവസം എനിക്കൊന്ന് ആദ്യത്തെ 1 വീക്ക് ഞാൻ വീഡിയോ എഡിറ്റിംഗ് ഇപ്പം പഠിക്കാൻ തുടങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാൻവയിലും കുറച്ച് എഡിറ്റിംഗ് ചെയ്യുന്നുണ്ട്, ലൈക്ക് പഠിക്കുന്നുണ്ട്. അതിപ്പം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ഇപ്പോൾ ആദ്യത്തെ ഒരു 1 വീക്കൊക്കെ ഇതുപോലത്തെ റോ വീഡിയോസ് ഇടാം. അത് കഴിഞ്ഞിട്ട് ഈ ജേർണി പ്രോഗ്രസ് ആവുന്നതിനനുസരിച്ച് ഞാൻ എന്തായാലും ഒരു കാര്യം തീരുമാനിച്ച് 30 ദിവസം കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടണം. ഇനിയും ചെക്കന്മാരുള്ളപ്പോൾ എനിക്ക് വീഡിയോ നല്ല മടിയുണ്ട്. അപ്പോൾ ഞാൻ അവിടുത്തെ എന്തായാലും രാവിലെ എഴുന്നേറ്റ് ഇനിയും വീഡിയോ ഇട്ടേ പറ്റും. ഇടണമെന്ന് ഞാൻ വാശിയുണ്ട്. അത് എന്തായാലും നിർബന്ധം വീഡിയോ ഇടണം. വാശിയല്ല, എന്താ പറയുക, അത് തന്നെ. എന്തായാലും ഇപ്പം എനിക്ക് ഇതിന് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ പോകുമ്പോൾ എനിക്ക് കൺസിസ്റ്റൻസി ആയിട്ട് എനിക്ക് കുഴപ്പമില്ല. എനിക്ക് വീട്ടിൽ ഒരു മുകളിലൊറ്റയ്ക്ക് ഒന്ന് വീഡിയോ എടുക്കാം. എൻ്റെ ഈ ഹോസ്റ്റൽ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ എനിക്കറിയില്ല. ഇപ്പം ആരും ഇല്ലാത്തതുകൊണ്ടാണ് എനിക്ക് ഇത്ര ഒച്ചത്തിൽ പറഞ്ഞ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ പറയാൻ പറ്റില്ല.
അപ്പം ഇനിയും ഇന്ന് ഡേ 1 അങ്ങനെ എനിക്കിത് എത്രാമത്തെ വട്ടം പറയുന്നതെന്ന് പോലും അറിയില്ല. ഇങ്ങനെ വീഡിയോ എടുത്ത് ഇതാരും കാണുമെന്ന് എനിക്ക് ഉറപ്പില്ല. ഇത് എത്ര പേര് കാണും, ഇത് ആരൊക്കെ കാണും. ഇത് കാണാൻ വേണ്ടി അല്ല ഞാൻ ശരിക്കും ഇടുന്നത് എൻ്റെ ഒരു കൺസിസ്റ്റൻസി ബിൽഡ് ചെയ്യാൻ. അതായത് 30 ദിവസം യൂട്യൂബിൽ വീഡിയോ ഇടുക. ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ എന്താ വീഡിയോ ജേൺ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം അതന്നെ. അതായത് വീഡിയോ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇടുക. അപ്പം ഒന്ന് എൻ്റെ ജേണി ഡോക്യുമെൻറ്റ് ചെയ്യുമ്പോൾ എനിക്കത് കാണുന്നത് ഒരു ഫീൽ കിട്ടും. എൻ്റെ ആ ജേണി കുറേ പേര് ഡോക്യുമെൻറ്റ് ചെയ്യുന്നുണ്ട് അവരുടെ ജേണീസ്. ഇതുപോലെ അതിനകത്ത് എൻ്റെ ജേണി എന്തുകൊണ്ട് ഡോക്യുമെൻറ്റ് ചെയ്തുകൂടാ. 2 ഇപ്പം ഫ്രീലാൻസർ ഇത് എൻ്റെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ ഫ്രീലാൻസിങ് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ എൻ്റെ ഒരു ടോപ്ഷിപ്പ് ഇ-കൊമേഴ്സ് സ്റ്റോർസ് തുടങ്ങണം. അതുപോലെ തന്നെ ഒരു മാർക്കറ്റിംഗ് ഏജൻസി സെറ്റപ്പ് ചെയ്യണമെങ്കിൽ അതും ചെയ്യണം. അതിനൊരു പേഴ്സണൽ ബ്രാൻഡ് വളരെ അത്യാവശ്യമാണ്. അപ്പം അത്യാവശ്യമെന്നല്ല, വളരെ അത്യാവശ്യമല്ല, ബട്ട് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ഐ മീൻ ഉണ്ടെങ്കിൽ അതൊരു എന്താ പറയുക, ഒരു ഭയങ്കര ലെവറേജാണ്. എനിക്ക് ഭയങ്കര ലെവലിലേക്ക് ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്താലോ അല്ലെങ്കിൽ എനിക്കറിയോ അത് ഭയങ്കര ഒരു സംഭവമാണ്. അതായത് ഇതുപോലൊരു പേഴ്സണൽ ബ്രാൻഡിങ് എന്നുള്ളത് അതിന് ഇമ്പോർട്ടൻസ് നെയ്യനെയാണ് മനസ്സിലാക്കിയത്. അതിനടുത്ത് അതിനൊരു ഇമ്പോർട്ടൻ്റ് ആകും. എനിക്കൊരു കോണ്ടൻറ്റ് ക്രിയേറ്റർ ആകണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ എല്ലാത്തും കൊണ്ടാണ് ഈ 30 ദിവസം എന്തായാലും വീഡിയോ ഇടാം. ഇത്രയ്ക്ക് അതൊക്കെ ഉള്ളൂ. ബൈ മതി. അപ്പം തന്നെ ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ടാകും വീഡിയോ. എന്തായാലും യൂട്യൂബ് ചെയ്ത് അപ്ലോഡ് ചെയ്യും. ബൈ